ഈശ്വരായ നമ്മൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്നത്തെയും പോലെ ഒരു പ്രധാന നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. കൃത്യമായി നിങ്ങൾ കേട്ടിരിക്കുക. നക്ഷത്രത്തിനുണ്ടാവുന്ന പൊരുത്തങ്ങളും അതുപോലെ തന്നെ തൊഴിൽപരമായ സ്വഭാവങ്ങളും ഒക്കെയാണ് പൊതുവെ പറയുന്നത്. നക്ഷത്ര സ്വഭാവം അനുസരിച്ച് മാറിയും തിരിഞ്ഞുമൊക്കെ വരും. നക്ഷത്ര ജ്യോതിഷമൊക്കെ പറയുമ്പോൾ അത് മാത്രം കേട്ടിരുന്നിട്ട് അത് ശരിക്കും ജീവിതത്തിൽ വരുമെന്ന് നമ്മൾ വിചാരിച്ചാൽ കാര്യമല്ല. അതുമായി പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ജ്യോതിഷവും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയും ഗ്രഹനിലയും ഒക്കെ അനുസരിച്ച് രാശിയും ഒക്കെ അനുസരിച്ച് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് പ്രധാനമായും 27 നക്ഷത്രങ്ങളുടെ ആദ്യത്തെ നക്ഷത്രമായ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. നക്ഷത്രകാല സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പുരുഷന്മാരൊക്കെ വലിയ കഴിവുള്ളവരാണ്. പൊതുവെ ഇവർ എല്ലാവരുടെയും മുന്നിൽ വളരെ നല്ല രീതിയിൽ പ്രഗത്ഭരായി അറിയപ്പെടുന്നവരൊക്കെ ആയിരിക്കും. തുലാമാസം 7-ന് ശേഷം 20 വരെ ജനിക്കുന്നവർ ബലഹീനരായിരിക്കും എന്നാണ് പറയുന്നത്. യമരാജന് പോലും ഇവരുടെ തീരുമാനത്തെ മാറ്റിയെടുക്കാൻ പ്രയാസമെന്നാണ് പറച്ചിൽ. ഇവർക്ക് സ്നേഹവും സാന്ത്വനവും നൽകുന്നവരെ ഇവർ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആൾക്കാർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ് അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ. ഒരു മടിയും കാണിക്കാറില്ല. മറ്റുള്ളവർ ഇവരെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയാൽ ഉറപ്പിക്കാൻ കഴിയും ഇവർ നല്ല സ്നേഹം ഉള്ളവരാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥമുള്ളവരാണ് എന്നൊക്കെയാണ്. എന്നാൽ വേണ്ട സ്ഥലത്ത് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയൊക്കെ ചെയ്യും. വേദനിക്കുന്നവരെ ഉപദേശിക്കുവാൻ പ്രഗത്ഭരുമാണ്. കാര്യങ്ങൾ സമയം അനുസരിച്ച് ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. 2024 അവർക്ക് നേട്ടങ്ങളൊക്കെ ഈ മാസം പകുതിയോടുകൂടിയാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് ചിങ്ങമാസത്തിന് പകുതിയോടുകൂടി നല്ല കാര്യങ്ങളൊക്കെ ആരംഭിക്കും. ചിലപ്പോൾ വേണ്ടാത്ത ചിന്തിച്ച് പോയി ഒക്കെ ചെയ്യുമെങ്കിൽ തന്നെ പലപ്പോഴും മാനസിക അസ്വസ്ഥത ഇവർക്കുണ്ടാകും. മറ്റുള്ളവരെ ചേർത്ത് നിർത്തുമെങ്കിൽ ഇവർക്കുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ചില ഒരു ഈഗോ ഒക്കെ ഉള്ളവരാണ്. വൃത്തിയും വെടുപ്പുമായി ഇരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. അശ്വതി 1-ാം പാദത്തിൽ ജനിച്ചവർ ആവശ്യമില്ലാത്ത ചിന്തിച്ച് പോയുന്നവരാണെന്ന് പറഞ്ഞതുപോലെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ കഴിയുമില്ല. നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ആഡംബരമായി നല്ല വസ്ത്രങ്ങളും ആഹാരവും ഒക്കെ കഴിച്ച് ജീവിക്കുന്നവരായിരിക്കും. കുടുംബത്തിൽ കുറച്ച് ചീത്തപ്പേരൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. മുൻകോപികളാണ് ഇവർ. ഇവരുടെ തീരുമാനങ്ങൾ പരാജയങ്ങൾ കലാശിക്കുകയും ചെയ്യും. മാനേജർമാർ, ഭരണാധികാരികൾ, സൈന്യാധിപന്മാർ എന്നിവ പൊതുവെ അശ്വതി നക്ഷത്രക്കാരായിരിക്കും. അതുപോലെ കലാകാരൻ ഉയർന്ന നിലയിലുള്ളവരും അശ്വതി നക്ഷത്രക്കാരാണ്. ജാതകത്തിൽ ഗുരുവും ബുധനും ചന്ദ്രനും ബലമുണ്ടെങ്കിൽ ഗുണാനുഭവങ്ങൾ അധികമായി ഉണ്ടായിരിക്കും ഇവർക്ക്. എതിർക്കുന്നവരും തർക്കിക്കുന്നവരും ഇവരുടെ ഒരു ഒപ്പം നിന്നാൽ അവരെ അംഗീകരിക്കും, അല്ലെങ്കിൽ ഇവർ അവരെ എതിർത്തുകൊണ്ടേയിരിക്കും. അതാണ് ഇവരുടെ ഒരു കൂടപ്പുറപ്പാണ് എതിർപ്പ് എന്ന് പറയുന്നത്. ഇവരുടെ ദൗർബല്യം മറ്റുള്ളവർ മുതലെടുക്കുകയും ചെയ്യും. അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നവരുടെ തക്ക സമയം പകരം വീട്ടുകയും ചെയ്യുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ. അതുപോലെ തന്നെ മനസ്സാക്ഷിയുള്ളവരാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ബഹുമാനിക്കുന്നവരും ജോലിയിൽ നല്ല അവസരങ്ങൾ കിട്ടിയാൽ അതൊക്കെ കയറിപ്പറ്റി അവിടുന്ന് ഉന്നത നിലയിലെത്തുന്നവരൊക്കെയാണ്. പെൺകുട്ടികളായിരിക്കും കൂടുതൽ ഊർജ്ജസ്വലരായി ഈ സമയത്ത് നിൽക്കുന്നവർ. കാരണം അവർക്കൊരു വലിയ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ചിലർക്ക് സ്വയം വീട് വൃത്തിയാക്കുന്നതിനും ഒതുക്കി വെക്കുന്നതിലും ഒക്കെ വളരെ താല്പര്യങ്ങളുണ്ട്. വാഹനങ്ങൾ മേടിക്കാൻ പറ്റിയ സമയമാണ്. അതുപോലെ വീട് വെക്കാൻ പറ്റിയ സമയമാണ്. വിദേശ വാസയോഗമുള്ള സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടുന്ന് വീണ്ടും ഉദ്യോഗകയറ്റങ്ങൾ ലഭിക്കുക. അശ്വതിയുടെ ദേവതയെ സങ്കല്പിച്ചിട്ടുള്ളത് അശ്വിനി ദേവതകളെയാണ്. അശ്വതി നക്ഷത്രക്കാരുടെ മേടൻ രാശി സൂര്യന്റെ ഉച്ചരാശി ആയതിനാലും ചന്ദ്രന്റെ സ്ഥിതി അവിടെ വരുന്നതിനാലും ഇവർക്ക് എപ്പോഴും ഒരു നേതൃത്വ പദവി ഉണ്ടായിരിക്കും. അശ്വതി നക്ഷത്രത്തിന്റെ മൃഗം കുതിരയാണ്. സൂര്യൻ സഞ്ചരിക്കുന്നത് കുതിരകളെ കിട്ടിയ രഥത്തിലുമാണ്. കോടാനുകോടി ജീവികൾക്ക് ആവശ്യമായി വെളിച്ചം നൽകുന്ന സൂര്യനുമാണ് എന്നറിയാമല്ലോ. കുതിരയെ പ്രതിനിധീകരിക്കുന്ന സൗന്ദര്യം, അഹങ്കാരം, സാഹസകർമ്മങ്ങൾ പെട്ടെന്ന് ഇണങ്ങുന്ന ജീവിയുമല്ല. അശ്വതിക്കാരെ പെട്ടെന്ന് സ്വാധീനിക്കാനും കഴിയില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, കലയിലും സാഹിത്യത്തിലും അഭിരുചിയുള്ളവരാണ്. ജനനം കേതുദിശയിലാണ്. 24 വരെ 2-7 ഭാവാധിപനായ ശുക്രന്റെ ദിശ വിദ്യാഭ്യാസത്തിന് മോശമായിരിക്കും. 27 വരെ ആദിത്യ ദിശയും മോശമായിരിക്കും. അതിൽ പരിഹാരങ്ങൾ നേടേണ്ടതാണ്. രക്ഷിതാക്കളും അധ്യാപകരും നല്ല മനസ്സോടെ പ്രവർത്തിച്ചവർക്ക് നല്ല മേൽഗതി ഉണ്ടാക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ തന്നെ അശ്വതി നക്ഷത്രക്കാർ ഒറ്റയ്ക്ക് പ്രയത്നിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. 29-ന് ശേഷം ഊർജ്ജമുണ്ടാകും ഈ മാസം. അതുപോലെ തന്നെ വരവിൽ കൂടുതൽ ചിലവ് ചെയ്യുന്നവരാണ് ഇവർ. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. അതുപോലെ തന്നെ ശിരസിന് മുറിവ്, രക്തസ്രാവം, മസ്തിഷ്കത്തിൽ അസുഖം, രക്തക്കുറവ്, സങ്കോചം, മോഹാലസ്യ, അപസ്മാരം എന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. രക്തസമ്മർദ്ദം ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് മുന്നോട്ട് പോവുക. സ്ത്രീകൾക്കാണെങ്കിൽ ആർത്തവദീക്ഷം, ഗർഭാശയ രോഗങ്ങൾ, ദന്തനേത്ര രോഗങ്ങളൊക്കെ ഉണ്ടാകാം. ജോലി എന്ന് പറയുന്നത് പോലീസ്, പട്ടാളം, അർദ്ധസൈന്യ വൃത്തി, അല്ലെങ്കിൽ ഡോക്ടർമാർ, ക്രിമിനൽ കോടതി വക്കീല്, ആയുധം ഉപയോഗിക്കുന്നവർ, കൃഷിക്കാര്, ഇരുമ്പുരുപ്പ് കൈകാര്യം ചെയ്യൽ, അതുപോലെ വൈദ്യശാസ്ത്ര മേഖലയിലെ പല കാര്യങ്ങളും, ജനനേതൃത്വം, രാജ്യസുരക്ഷ, കായിക അധ്വാനം, വ്യാപാരം, സാഹിത്യം, ആതുര സേവനം, ആശുപത്രി ജീവനം, ഔഷധ നിർമ്മാണ മേഖലകൾ, ചതുരംഗം, അതുപോലെ യുദ്ധം, ഉപദേശകർ, ഗണിതം, തന്ത്ര വിദഗ്ധർ, ബാങ്ക്, എഴുത്ത്, കണക്ക്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും. പക്ഷി പുള്ളായതിനാൽ പ്രശംസ, പാട്ട്, സംഗീതം, അഭിഭാഷക വൃത്തി, രാഷ്ട്രീയം, മധ്യസ്ഥ അപേക്ഷ എന്നിവയിൽ തിളങ്ങും. വൃക്ഷം കാഞ്ഞിരമായതിനാൽ കഠിനാധ്വാനികളാണ്. അങ്ങനെയുള്ള ജോലികൾ ഏർപ്പെടുക. അടിക്കടി ക്ഷീണവും തോന്നുന്നു ഉണ്ടെങ്കിൽ ഇടയ്ക്കിടെ വിശ്രമം എടുക്കണം. ജീവിത വിജയത്തിന് അശ്വനി ദേവായ നമഃ എന്ന് 2 പ്രാവശ്യം വീതം ജപിക്കുക. മാസത്തിൽ 2 പ്രാവശ്യം അരോണ പായസം വെക്കുക. ഇന്റർവ്യൂ, ടെസ്റ്റ്, പരീക്ഷ എന്നിവയ്ക്ക് പോകുമ്പോൾ ചുവപ്പ് ധരിക്കുക. ചൊവ്വാഴ്ചകൾ തൊഴിലിന് അപേക്ഷകൾ സമർപ്പിക്കുക. കൂടിക്കാഴ്ചകൾക്കും ചൊവ്വാഴ്ച ശ്രമിക്കുക. കിഴക്ക് സ്ഥിതി ചെയ്യുന്ന തൊഴിൽ സ്ഥലത്ത് ജോലിക്ക് ശ്രമിക്കുക. ഗുണകരമായ തീയതികൾ 7, 9, 16, 18, 25, 27 എന്നുള്ള നമ്പറുകളൊക്കെയാണ്.
പുലർത്തുന്ന നക്ഷത്രങ്ങൾ അശ്വതി 6, ഭരണി 6, രോഹിണി 6, ചോതി 7, മൂലം 6, രേവതി 6 എന്നിവയാണ്. പ്രതികൂല നക്ഷത്രങ്ങൾ കാർത്തിക, മകയിരം, പുണർതം, വിശാഖം, പൂരിട്ടാതി, ചിത്തിര, ഉത്രാടം, പൂയം, അനിഴം, ഉത്രട്ടാതി, കേട്ട ഇവരുമായുള്ള ഇടപാടുകളൊക്കെ ഒഴിവാക്കണം. ജീവിത വിജയത്തിന് പരിഹാരങ്ങളൊക്കെ ഉണ്ട്. അശ്വതി, മകം, മൂലം നക്ഷത്ര ദിവസം ഗണപതിയെ ഭജിക്കുക. വീട്ടിൽ നെയ്വിളക്ക്, ഭദ്രയ്ക്ക് അരവണയോ കടുംപായസമോ വീട്ടിൽ നടത്തുക. അമ്മയുമായോ അമ്മയുടെ ഇളയ സഹോദരങ്ങളും ഭാര്യയും മൂത്ത സഹോദരനും പിതാവിന്റെ കുടുംബാംഗങ്ങളും സന്താനത്തിന്റെ ഭാര്യയും അവരുടെ കുടുംബാംഗങ്ങളും ഇവിടെ പ്രവർത്തനങ്ങൾ സുരക്ഷ പുലർത്തി മുന്നോട്ട് പോകണം. അനുകൂല മാസം മേടം, മിഥുനം, ചിങ്ങം, കന്നി എന്നിവയാണ്. അനുകൂലമല്ലാത്ത നിറം കറുപ്പ്, മഞ്ഞ, നീല എന്നിവയാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകാറുണ്ട്. ഇടത്തരം പൊക്കമുള്ളവരും മുടി കുറഞ്ഞവരും ഒക്കെയാണ്, കഴുത്ത് നീണ്ടവരും തിളക്കമാർന്ന കണ്ണുകളുള്ളവരും ഒക്കെയാണ് അശ്വിനി നക്ഷത്രക്കാരെന്ന് പറയാറുണ്ട്. ഏതായാലും നല്ല മഹാമനസ്കരാണ്. നല്ല സമയത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഇവരുടെ ദേവത യമനാണ്. പൊതുഫലമായി പറഞ്ഞാൽ സംഖ്യയിൽ സൂര്യനുണ്ടായ പുത്രനാണ് യമൻ. യമന്റെ ജ്യേഷ്ഠനായ ശനി. ഭാഗവത പണ്ഡിതരായി അംഗീകരിച്ച 12 പേര് യമനും സ്ഥാനമുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അശ്വതി അഥവാ അശ്വനി എന്ന് പറയുന്ന നക്ഷത്രത്തെ കുറിച്ച് പറയാനുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് പറയാം. അതുപോലെ തന്നെ തൊഴിൽപരമായി നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. ശുക്രദശയിലാണ് ജനനം. അതിന്റെ ദൈർഘ്യം അനുസരിച്ച് പഠനമൊക്കെ കുറച്ച് മോശമായിരിക്കും. 2ഉം 7ഉം ഭാവാധിപൻ ശുക്രന്റെ ദശ പഠനത്തിന് മോശമായിരിക്കും. ശേഷം ആദിത്യനും ചന്ദ്രനുമാണ്. ഇതും പഠനത്തിന് മോശം സമയമായിരിക്കും. രക്ഷകർത്താക്കളും അധ്യാപകരും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികളെ കുറിച്ച്. അതുപോലെ തന്നെ ഈ വിവാഹം യോജിക്കുന്ന നക്ഷത്രങ്ങളൊക്കെ അശ്വതിക്ക് ചില നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നാലെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് അശ്വതി നക്ഷത്രത്തിന്റെ പ്രധാന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പൊതുവായ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു പോകണം. ജീവിത വിജയത്തിന് പരിഹാരങ്ങളൊക്കെ ഉണ്ട്. ഗണപതി, ദുർഗാ ഭജനം, ശ്രീകൃഷ്ണ മഹാദേവ, ഹനുമാൻ ഭജനവും വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ച് അരവണയോ കടുംപായസവും മാസത്തിൽ 2 പ്രാവശ്യം നടത്തുക. നാമജപം നടത്തുക എന്നിവയാണ്. നിർഭാഗ്യമാസം വൃശ്ചികമാണ്. അപ്പോൾ ഭാഗ്യമാസം മേടം, മിഥുനം, കന്നി, ചിങ്ങം, മകരം, കുംഭം എന്നിവയാണ്. അശ്വതി നക്ഷത്രത്തിന്റെ വിശദമായ മറ്റുള്ള കാര്യങ്ങളുമായി പിന്നീട് വരുന്നതായിരിക്കും. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ജ്യോതിഷ പങ്ക്തിയുമായി എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം.